തൃശൂർ മറ്റത്തൂരിലെ കുറുമാലിപ്പുഴയോരത്തെ ആറ്റപ്പള്ളിയിലുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഹൗസിന്റെ ഭിത്തിയിൽ പമ്പ് ഓപ്പറേറ്ററായ രാജേഷ് വരച്ചിട്ട ജീവൻ തുടിക്കുന്ന കടുവയുടെ ചിത്രം ഇപ്പോൾ നാട്ടിൽ സംസാര വിഷയമാണ്. പമ്പ് ഹൗസിന്റെ ഭിത്തിയെ വിശാലമാ കാൻവാസാക്കി വരച്ചിരിക്കുന്നത് 15 അടി ഉയരത്തിലും 12 അടി വീതിയിലുമുള്ള കടുവയുടെ അക്രിലിക് പെയിന്റിംഗ് ആണ്. ചെറുകിട ജലസേചന വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന വാസുപുരം സ്വദേശി രാജേഷ് നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. ആറ്റപ്പള്ളി ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററാണ് 49-കാരനായ രാജേഷ്. ജോലിക്കിടയിലെ വിരസത അകറ്റാനും തൊഴിലിടം ആകർഷകമാക്കാനും ലക്ഷ്യമിട്ടാണ് രാജേഷ് പമ്പ് ഹൗസിന്റെ ഭിത്തിയിൽ ജീവസുറ്റ കടുവയുടെ ചിത്രം വരച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ ചിത്രം വരയിൽ അഭിരുചിയുള്ള രാജേഷ് 10 വർഷത്തോളം കോടാലിയിലെ മുദ്ര ആർട്സ് എന്ന സ്ഥാപനത്തിന് കീഴിൽ ആർട്ട് വർക്കുകൾ ചെയ്തിരുന്നു. അക്കാദമിക തലത്തിൽ ചിത്രരചനയിൽ പരിശീലനം നേടിയിട്ടില്ലെങ്കിലും പെയിന്റിംഗിൽ അസാധാരണ വൈഭവമാണ് ഈ യുവാവിനുള്ളത്. 13 വർഷം മുമ്പ് ചെറുകിട ഇറിഗേഷൻ വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ താഴെ വെച്ച ബ്രഷും ചായക്കൂട്ടും 2 വർഷം മുമ്പാണ് രാജേഷ് വീണ്ടും കയ്യിലെടുത്തത്. ഞാനീ കൊടകര മൈനർ ഇറിഗേഷൻ്റെ കീഴിൽ പമ്പ് ഓപ്പറേറ്ററാണ്. അപ്പോൾ എൻ്റെ ഒരു പമ്പ് ഹൗസാണത്, ആറ്റപ്പള്ളി പമ്പ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ വരയ്ക്കും. അപ്പോൾ അങ്ങനെ ചില ഒരു എക്സിബിഷൻ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ മാസം നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാനിവിടെ അങ്ങനെ ചുമ്മാ ഇതിപ്പോൾ നമ്മൾ മോട്ടർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ റെസ്റ്റ് ആണല്ലോ. ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു ഇതായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പടമൊക്കെ വരച്ച ഒരു വൃത്തിയാക്കി എടുക്കുമല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പുഴയും, അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി, അങ്ങനെ വരച്ചാണ്. അപ്പോൾ എല്ലാവരും നന്നായി എന്ന് പറഞ്ഞു, ഒരു സന്തോഷം. ഇതിപ്പോൾ വരച്ചിരിക്കുന്നത് അക്രിലിക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവനായിട്ട് അക്രിലിക്കിലാണ് വരച്ചിരിക്കുന്നത്. ഈ ഇതിന് മീഡിയം ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വർക്ക് ഒരു 3 ദിവസം കൊണ്ട് നമ്മളിത് പൂർത്തീകരിച്ചത്. അപ്പം നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മളിരുന്ന് ചെയ്തതാണ്. ചെറുപ്പം തൊട്ടേ വരയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചാളൊക്കെ ഒരു ഗ്യാപ്പായി. പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും അങ്ങനെ പോയി പഠിച്ചിട്ടില്ല. നമ്മളൊരു കോടാലി മുദ്ര എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിൻ്റെ കീഴിൽ ആളുടെ കീഴിൽ അവരുടെ കീഴിൽ പോയി പഠിച്ച് അങ്ങനെ വരയ്ക്കാറുണ്ട്. പിന്നെ കുറേ ആളൊക്കെ അത് വിട്ടുപോയി. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ടുള്ള വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ ഇത് ജോലി ഒരു 2013 വന്നതാണ്. ഇവിടെ വന്നിട്ട് ഒരു 5 വർഷത്തോളമായി. അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ വരയ്ക്കാറൊക്കെ അത് ആ ഫീൽഡ് നമ്മൾ വിട്ടു. പിന്നെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ സ്ഥാപനം അങ്ങനെ അടച്ചുപൂട്ടി, അങ്ങനെ നമ്മളത് ഫീൽഡ് വിട്ടതാണ്. പിന്നെ വരയ്ക്കാറൊന്നുമില്ല, കുറേ വർഷങ്ങൾ അങ്ങനെ വരയ്ക്കാതിരുന്നു. എന്നിട്ടിപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ ഇപ്പോൾ പുതിയ ഇങ്ങനെ വരച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വരച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും ഒരു താല്പര്യം കുറച്ചുകൂടി ഇതായി. പിന്നെ നമ്മളിപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയി. ഇപ്പോൾ ഒരു സമയമുണ്ട് നമുക്ക്. അപ്പം നമ്മളങ്ങനെ ഇരുന്ന് ചെയ്യണ്, അത്രേ ഉള്ളൂ. ഇതിനിടയ്ക്ക് നമ്മുടെ തോട്ടുമുഖം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ വകുപ്പ് മന്ത്രി റോഷി സാറിന് ഒരു ചിത്രം വരച്ച് നൽകിയിരുന്നു. അത് വാർത്തയൊക്കെ ആയിരുന്നു അന്ന് MLA ഇട്ടായിരുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും നാട്ടുവിശേഷങ്ങൾക്കും നാട്ടുവാർത്ത കൊടകര മട്ടത്തൂർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ ഞങ്ങളുടെ കൊടകരയം പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും രേഖപ്പെടുത്താനും മറക്കരുത്.